إن الحمد لله الواحد القهار العزيز الجبار غافر الذنب وقابل التوب الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ما لكم لا ترجون لله وقارا يا أيها الناس أوصيكم إياي أولا بتقوى الله ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, വിശുദ്ധ ഖുർആനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ഈ ലോക ജീവിതത്തെ ക്രമീകരിച്ച് സഹിക്കാനാവാത്ത നരക ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള സൽപ്രവർത്തനങ്ങളിൽ സജീവമാകണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ പടച്ച റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 71-ാം അധ്യായം സൂറത്തു നൂഹിലെ 13-ാമത്തെ വചനമാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സങ്കടകരമായ മുഹൂർത്തങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഓർക്കുന്ന സമയത്ത് മനസ്സിന് സമാശ്വാസം പകരുന്ന സന്തോഷകരമായ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം സന്തോഷ ദുഃഖ സമ്മിശ്രമായ ജീവിതം നയിക്കുന്നതിനിടക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ പലരെ കുറിച്ചും ഓർക്കാറുണ്ട്, അനുസ്മരിക്കാറുണ്ട്. അന്ന് ആ മനുഷ്യൻ എന്നെ സഹായിച്ചത്, അന്ന് അയാൾ എന്നോട് പറഞ്ഞ വാക്ക്, അന്ന് അവനില്ലായെങ്കിൽ എന്നൊക്കെ പലരെ കുറിച്ച് പറയാറുണ്ട്, ഓർക്കാറുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തന്നാൽ നമ്മൾ അവരോട് താങ്ക്സ് എന്നോ നന്ദി എന്നോ പറയാറുണ്ട്.
ഇനി തിരിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്തു തന്നാൽ, അല്ലെങ്കിൽ നമ്മളൊരു സഹായം മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്ത് ഒരു നന്ദി വാക്ക് പോലും പറയാതെ തിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പറയുന്ന ഒരു വേദനയുണ്ട്. ഒന്നുമില്ലെങ്കിലും അവനൊരു നന്ദി വാക്ക് പറയണ്ടേ, ഒരു നന്ദിയില്ലാത്തവൻ എന്ന് നമ്മൾ അവനെ വിലയിരുത്താറുണ്ട്. യഥാർത്ഥത്തിൽ അവന്റെ നന്ദി വാക്ക് ആഗ്രഹിച്ചുകൊണ്ടല്ല നമ്മളത് ചെയ്തത്. എന്നാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തികട്ടി വരുന്ന ഒരു വേദനയാണത്. നമ്മൾ നന്ദി ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ അവനൊരു ഗ്ലാസ് വെള്ളം കൊടുത്തത്, ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ചപ്പോ ആ അപേക്ഷാ ഫോം പൂരിപ്പിച്ചത്, അവന്റെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് താഴെ അവന്റെ കൈകളിൽ തിരിച്ചേൽപ്പിച്ചത്. ഇത്രയും നിസ്സാരമായ പ്രവർത്തനങ്ങൾ ഭൗതിക ലോകം നന്ദി ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഒരു ഉദ്യോഗസ്ഥന്റെയും ഒരു ഓഫീസറുടെയും ചെന്ന് വരി നിൽക്കാതെ ഒരു ഓഫീസിലെയും പ്രയാസം ലഭിക്കാതെ നമുക്ക് സംവിധാനിച്ച നന്ദി കാണിക്കുന്ന വിഷയത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഗൾഫിലൊക്കെ പോയ ആളുകൾ പരസ്പരം കാണുമ്പോ മഷ്കൂർ എന്ന് പറയാറുണ്ട്. ഷക്കറ എന്ന പദത്തിൽ നിന്നാണ് മഷ്കൂർ വരുന്നത്. എന്താ ഷക്കറ എന്ന പദത്തിന്റെ അർത്ഥം? നന്ദി കാണിക്കുക എന്ന് നമ്മൾ അറബിയിൽ അതിനർത്ഥം പറയും. പൗരാണിക അറബി ഡിക്ഷണറികളൊക്കെ മൃഗത്തിന് തിന്നാൻ കൊടുത്ത് കൊഴുപ്പിക്കുക എന്ന ഷക്കറ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. നമ്മളിപ്പോ ഒരു പശുവിനെ കാണുമ്പോൾ പോറ്റേണ്ട പോലെ പശുവിന്റെ അങ്ങനെ തടിച്ചു കൊടുത്തു നിൽക്കുന്ന ഈ പദം ജീവിതത്തെ അമൽ സാലിഹ് കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, പ്രാർത്ഥനകൾ സമ്പത്ത് അല്ലാഹുവുമായി ചേർത്ത് നമുക്ക് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. കേവലം കുടിക്കാനുള്ള വെള്ളം നൽകുന്ന ദാരി എന്ന ലോകത്തൊരു മുസ്ലിം എതിരഭിപ്രായമില്ല. ലോക മുസ്ലിമീങ്ങൾ ഒന്നും പറയും അല്ലാഹു. ശ്വസിക്കാനുള്ള വായും ജീവിക്കാൻ സൗകര്യങ്ങളും നൽകുന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിന്റെ ഉത്തരം അല്ലാഹു എന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ വിശ്വാസം മാത്രമാണോ തൗഹീദ് എന്ന് പറയുന്നത്? അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നുണ്ട്. പരിശുദ്ധമായ കഅബാലയത്തെ തകർക്കാൻ വരുന്ന സമയത്ത് അബ്രഹത്തിന്റെ സൈന്യം അന്ന് പരിശുദ്ധമായ കഅബാലയത്തിന്റെ സംരക്ഷണ ചുമതലയുടെ അടുക്കൽ വന്ന് അവരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പള്ളി പൊളിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് അറബികളുടെ ഒരു സവിശേഷതയാണ്. നമ്മൾ മലയാളികളെ പോലെ പറകുന്നു തിരിച്ചു പോരില്ല എന്നർത്ഥം. പരിശുദ്ധമായ കഅബാലയത്തെ തകർക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? അബ്രഹത്ത് പറഞ്ഞ സൈന്യത്തോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായവുമില്ല. നിങ്ങൾക്ക് ഈ പള്ളിയെങ്കിലും ചെയ്യാം, പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട്. നിങ്ങൾ പിടിച്ചു വെച്ച നിങ്ങൾ എനിക്ക് വിട്ടുതരണം. അബ്രഹത്തിന്റെ സൈന്യം പൊട്ടിച്ചിരിച്ചു പോയി. ലോകത്ത് ജനിച്ചു വീണ ഏതൊരു മനുഷ്യനും പവിത്രമായി കാണുന്ന തകർക്കാൻ ഈ രണ്ട് ഒട്ടകത്തിന്റെ കാര്യം നമ്മളെ ഭാഷയെ പറഞ്ഞ ഒരു എച്ചുവർത്താന. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയം, നിങ്ങൾ ഈ ഒട്ടകത്തിന്റെ കാര്യം പറയുന്നത്? പള്ളി പൊളിക്കാൻ കുറിച്ച് പറയണ്ടേ? ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടി, അന റബ്ബുൽ ഇബിൽ, ഞാൻ ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണ്, അല്ലെങ്കിൽ ഒട്ടകം എന്റെ
ഇനിയോ നിങ്ങൾ ഈ പൊളിക്കാൻ പോകുന്ന ഈ പള്ളിക്ക് പിന്നിൽ നിങ്ങൾ ആരൊക്കെ കടന്നു വന്നു ഈ പള്ളി പൊളിക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ കൊണ്ട് പള്ളി പറ്റിയില്ല. എന്റെ ചോദ്യം അതല്ല. ഇത് പ്രഖ്യാപിച്ച ഞാനും നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ കൂട്ടത്തിലോ നിങ്ങളുടെ കൂട്ടത്തിലോ? ഇതിനേക്കാളും വലിയ തൗഹീദ് വേറെന്താ? അത് പ്രഖ്യാപിച്ച ത്തിലല്ല. എന്താ കാരണം? ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹ്, അല്ലാഹുവാണ് റബ്ബ് പോരാ, മുസ്തഖാമു അവിടെ നിൽക്കണം. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വബിൽ ജന്നതി കുൻതും തുഅദൂൻ. അല്ലാഹുവിന്റെ മാലാഖമാർ വന്ന് നിങ്ങൾ സങ്കടപ്പെടില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, സന്തോഷത്തോടുകൂടി പോരൂ എന്ന് പറയുന്നത് ആരോടാ? ആ പ്രഖ്യാപനത്തിൽ ഉണ്ടാവണം. ഇസ്ലാം കാര്യങ്ങൾ എണ്ണി എണ്ണി പഠിച്ചവരാ നമ്മൾ. 5 ഇസ്ലാം കാര്യങ്ങൾ എണ്ണിക്കുമ്പോ രണ്ടാമത്തെ നമസ്കാരം, മൂന്നാമത്തെ സക്കാത്ത്, നാലാമത്തെ നോമ്പും, അഞ്ചാമത്തെ ഹജ്ജും നിർവഹിക്കും. രണ്ടാമത്തെ നമസ്കാരം 5 വക്ത് നിർവഹിക്കുമ്പോ, മൂന്നാമത്തെ സക്കാത്ത് റമദാനിലെങ്കിലും കണക്ക് നോക്കി കൊടുക്കുമ്പോ, നാലാമത്തെ നോമ്പ് റമദാനിൽ നോറ്റുകിട്ടുമ്പോ, ശാരീരികമായും സാമ്പത്തികമായും പ്രയാസങ്ങളില്ലെങ്കിൽ അഞ്ചാമത്തെ ഹജ്ജ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ നമ്മളിൽ ഇല്ലാതെ പോയത് ഒന്നാമത്തെ ഷഹാദത്താ. ഒന്നാമത്തെ ഷഹാദത്താ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി. ഉച്ചരിക്കലല്ല. നമ്മൾ മദ്രസയിൽ പഠിച്ചതും അങ്ങനെ മനസ്സിലുറപ്പിച്ച് മനസ്സിലുറക്കണം. പലപ്പോഴും നമ്മളിൽ നിന്ന് ഷഹാദത്ത് കൈമോശം വന്നു. ഷഹാദത്ത് കൈമോശം വരിക. ബസ്സിൽ കയറുമ്പോ എന്റെ കയ്യിൽ 10 രൂപയുടെ ഉണ്ട്. വരുമ്പോ ഞാനത് കൈകളിലേക്ക് കൊടുക്കുന്നു. സമയത്തിന്റെ മനസ്സിൽ പഠിച്ചോനെ അയാളത് തുറന്നു നോക്കാതെ ബാഗിന്റെ ഉള്ളിലേക്ക് ഇടണം. അയാളത് തുറന്നു നോക്കാതെ ബാഗിന്റെ ഉള്ളിലേക്ക് ഇട്ടു. അൽഹംദുലില്ലാഹ് അയാളത് അറിഞ്ഞിട്ടില്ല. പക്ഷേ അതത്ത് പോയി. ഞാൻ എന്റെ വീട്ടിൽ കാണാൻ ടിവിയിൽ ആ സമയത്ത് നമ്മുടെ പള്ളി കമ്മിറ്റിയിലെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ഞാൻ ഒന്നാമത് ചെയ്യുക ടിവിയിലാണോ അതല്ല വാതിൽ തുറക്കലാണോ? ടി വി നിർത്തും. അല്ലാഹു കാണുന്നത് എനിക്ക് ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് റബ്ബാകുമ്പോ ആ റബ്ബിനനുസൃതമായ ജീവിതം. ഞാൻ എന്റെ ഭാര്യയോട് ഭാര്യയുടെ ജേഷ്ഠത്തിയുടെ കുറ്റങ്ങൾ പറയുന്നു. ആ സമയത്ത് ഭാര്യ എങ്ങാനും ആ സദസ്സിലേക്ക് കടന്നു വന്നാൽ ഞാൻ എന്റെ സംസാരം തുടരാൻ പോയിട്ട് പറയാന്ന് പറയും. എന്താ? അവൾ കേൾക്കുന്നത് എനിക്ക് കുറച്ചിലാണ്, അള്ളാഹു കേൾക്കുന്നത് എനിക്ക് മാറുന്നില്ല. ഒന്നും വേണ്ട, ഈ സദസ്സിൽ നിന്ന് ഒരാൾ മുന്നിലേക്ക് വന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു. എന്തായാലും 5 മിനിറ്റ് എന്തായാലും എടുക്കും. ആരാരുമില്ലാത്ത സമയത്ത് റൂമിന്റെ അകത്ത് ഒറ്റക്ക് നമസ്കരിക്കുമ്പോ ഇതേ എന്തുകൊണ്ടാ പ്രിയപ്പെട്ടത്? കൈകെട്ടുന്നു ഒരാൾ. ആ കൈകെട്ടുന്ന സമയത്ത് ബാക്കിൽ ഒരാൾ വന്നിരുന്നു എന്ന് അവൻ അറിഞ്ഞാൽ അവനവന്റെ അവന്റെ നമസ്കാരം ഉഷാറാക്കുന്നു. അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന ആള് കാണുമ്പോ കൈയിട്ടണ സമയത്ത് എന്താ? ഇന്നാത്തിനാക്കൽ ബാക്കിൽ ഒരാൾ വന്ന് തോണ്ടിയാലോ കാരണം ഞാൻ ഇമാമുക്കുമ്പോ ഇന്നാത്തിനാക്കൽ ഓത് എന്ന് പറഞ്ഞ ഇവന് മോശ. ഞാൻ ആ സൂറത്ത് മാറ്റി. കാരണം അല്ലാഹുവിന് കൊടുക്കേണ്ട ഭൗതിക ലോകത്ത് പലർക്കും നൽകുമ്പോ നമ്മൾ കൈമോശം വരുന്നു. ഒരു വിശ്വാസിയുടെ നില എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവൻ, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസം പ്രബലമായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ 370 തവണ നമ്മൾ പറയണം അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീയാ വലുത്, നിന്നെക്കാളും വലുതായിട്ട് എനിക്കൊന്നുമില്ല. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും എനിക്കൊഴിച്ചുകൂടാ
ബന്ധമുള്ളത് നാഥാ. ഇത് ജീവിതം കൊണ്ട് തെളിയിക്കണം. പല രക്ഷിതാക്കളും പറയും, എന്റെ മോനെ ചെറുപ്പത്തിൽ അവൻ ചോദിച്ചതൊക്കെ ഞാൻ കൊടുത്തു, ആവശ്യപ്പെട്ടിടത്തേക്കൊക്കെ ഞാൻ പോയി, അവൻ പറഞ്ഞതിന്റെ കൂടെ ഞാൻ കൂടെ നിൽക്കാറുണ്ട്. ഇപ്പൊ അവന് എനിക്ക് അവൻ എന്നെ പരിഗണിക്കില്ല. ഇത് ബഹുഭൂരിഭാഗം പരാതിയാ. നാളെ പരലോട് ഇവർക്ക് വേണ്ടതൊക്കെ ഭൂമിയിൽ ഞാൻ ചെയ്തു, പക്ഷേ അവരെന്നെ കണക്കാക്കിയില്ല. എങ്ങനെ കണക്കാക്കണമോ അപ്രകാരം അവർ നോക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്സഹായത അല്ലാഹുവിന്റെ ഔന്നിത്യം ആകാശങ്ങളിലൂടെ പാറിപ്പറക്കാനും സമുദ്രത്തിന്റെ ആഴക്കടലുകളിലൂടെ നീന്തി കളിക്കാനും ഒരുപക്ഷേ കഴിവുണ്ടായി. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ഈ ലോകത്ത് നമ്മൾ നിസ്സഹായരായ, ഒരു കഴിവുമില്ലാത്തവരെ നമ്മൾ ഇവിടെ അല്ലാഹുവുമായി ബന്ധപ്പെടുമ്പോ അല്ലേ നമ്മൾ നിസ്സഹായരായി ഘട്ടമുണ്ട്. ശ്വസിക്കുന്ന വായു അല്ലാഹുവെങ്ങാനും ഒരു സമയം നിർത്തിവെച്ചാൽ ജീവിതം. ഇന്ന് രാത്രി 10 മണിക്ക് ശേഷം ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ആശുപത്രിയിൽ പോയി ഓക്സിജൻ സിലിണ്ടർ 10 മണിക്ക് ഒന്ന് വലിക്കണം. അടുത്ത അലാറം 10:01 വെക്കണം. 10:01 അലാറം കേട്ടിട്ടില്ലെങ്കിൽ 10:02 നിസ്സഹായര നമ്മൾ. വല്ലാതെ ദാഹിച്ചു വലഞ്ഞ് പ്രയാസപ്പെടുന്ന ഒരു ബോട്ടിൽ 10-15 എന്റെയും നിങ്ങളുടെയും ടാങ്കിന്റെ വലിപ്പം 2000 ലിറ്ററിന് 40,000 രൂപ. ഒരു മാസത്തേക്ക് നമുക്ക് ആർക്കാ പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ ആർക്കാണുള്ളത്? ഇല്ലല്ലോ. അല്ലാഹു നമുക്ക് സംവിധാനിക്കുമ്പോ ആ റബ്ബിലേക്ക് ജീവിതത്തെ സമർപ്പിക്കാനും നമ്മുടെ നിസ്സഹായതകളെ കുറിച്ച് ബോധ്യപ്പെടുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ഒരു വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കമത്തിന്റെ സന്ദർഭം ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്വഹാബത്തിൽ നിന്ന് ബാങ്കിൽ മുഴക്കാൻ ഇസ്ലാമിക ചരിത്രത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല് വെച്ച് മുകളിൽ കയറി അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കുമ്പോൾ ഇസ്ലാമികമായിട്ടുള്ള മനസ്സിന്റെ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോകുന്നു. ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിലേക്ക് ആത്മീയമായി വിശ്വാസി സമൂഹം അവിടെയാണ് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കുന്നത്. അല്ലാഹുവിലേക്ക് ജീവിതം അല്ലാഹുവിനെ നമ്മൾ തിരിച്ചറിയുകയും പരിഗണിക്കണം. എന്താ നിങ്ങൾ അല്ലാഹുവിന് ഒരു ഗൗരവം കാണാൻ? വിശുദ്ധ ഖുർആൻ ചോദിക്കുക, എല്ലാം ചെയ്തു തന്നിട്ടും നിങ്ങൾ ഈ ഭൗതിക ലോകത്ത് നിസ്സഹായരാണെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു എന്ന വിശ്വാസം ആ കലിമത്ത് ഷഹാദത്ത് പോകുമ്പോ എന്റെ മനസ്സിനെ പരിവർത്തിപ്പിക്കാൻ, എന്റെ മനസ്സിനെ അങ്ങനെയല്ലേ നമ്മൾ ചരിത്രം വായിച്ചവരാ. ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിനായ ബാലനെ കാണുമ്പോ ആടുകളുണ്ട്, കൂട്ടത്തിൽ ഒന്നിന് തരുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ആട്ടിടയനായ ബാലൻ പറയുന്നു, ചരിത്രം നമ്മൾ കേട്ടതാ, തരാൻ കഴിയില്ല, എന്റെ യജമാനന്റെ ആടാ. മോനെ, ഈ 100 കണക്കിന് ആടിന്റെ കൂട്ടത്തിൽ നിന്ന് ഒന്ന് തന്നാൽ നിന്റെ യജമാനത് അറിയില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ ഒന്ന് കളവ് പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ. ആ സമയത്ത് ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു ആ കുഞ്ഞിങ്ങനെ പുഞ്ചിരി. എന്നിട്ട് ആ കുഞ്ഞ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ നന്നായി വിളിച്ചു എന്ന് പറഞ്ഞു. അല്ലാഹു എവിടെ? ആ സമയത്ത് കുഞ്ഞിനെ തന്റെ മാറോട് ചേർത്ത് പിടിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടോ, ഈ ഒരൊറ്റ വാക്ക് നാളെ നിന്നെ സ്വർഗ്ഗത്തിലെത്തിക്കും, നാളെ നിന്നെ സ്വർഗ്ഗത്തിലെത്തിക്കും. അല്ലേ? ഇടക്കാലത്ത് നമ്മുടെ റോഡുകളിലൊക്കെ ഈ ക്യാമറകൾ വെച്ചപ്പോ
പേടിയാ. ക്യാമറന്റെ അടുത്തെത്തുമ്പോ രണ്ടാളും ഹെൽമെറ്റ് ഇടുമല്ലോ, സീറ്റ് ബെൽറ്റ് ഇടാത്ത പോലെ. എന്താ കാരണം? AI ക്യാമറകൾക്ക് അതൊക്കെ ഒപ്പിയെടുക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന നമുക്കറിയാം അല്ലേ? അള്ളാന്റെ ക്യാമറ ഉണ്ട്. കണ്ണിന്റെ ഒളിപ്പിച്ചു വെച്ചത് അതിനേക്കാളും വലിയ പവർ ഏത് AI ക്യാമറക്കാളുള്ളത്? ഖബറുകളിൽ നിന്ന് നിങ്ങളെ മറിച്ച് പുറത്ത് കൊണ്ടുവന്നോ, നിങ്ങളുടെ നെഞ്ചകം അങ്ങ് തുറന്നു വെക്കും. നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ മോഹിച്ചത്, നിങ്ങൾ വിചാരപ്പെട്ടതെല്ലാം തുറന്നു വെക്കുന്നു. യാ ബുനിയ്യ ഇന്നഹാ ഇൻ തകും മിത്ഖാല ഹാബത്തിൻ ഫതകും ഫീ സത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മോനെ, നീ ഒരു കാര്യം ചെയ്യുന്നത് ആകാശങ്ങളിൽ എവിടെയെങ്കിലും ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു പാറക്കെട്ടിൽ അല്ലാഹു അത് കൊണ്ടുവരിക തന്നെ. നിങ്ങളെ പതിയിരുന്നു കൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ മാലാഖമാരറിയാതെ ഒരു സാധ്യമല്ല. അപ്പൊ അത്രയും പവർ അല്ലാഹുവിനുണ്ട്. ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചതാണ്. അങ്ങനെ വരുമ്പോ എനിക്ക് സ്വകാര്യമായി ഞാൻ എന്റെ മൊബൈൽ ഫോണുകളിലൂടെ കാണാൻ പാടില്ലാത്തത് കാണാൻ കഴിയില്ല. കാരണം എന്താ? അതൊക്കെ അറിയുന്ന റബ്ബാണ് അകത്തളങ്ങളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് വിശ്വാസികളെ, സഹോദരികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് ജീവിതം സമർപ്പിക്കുക. നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും കച്ചവടം നടത്തുക. ഒരു സാധനം കച്ചവടം നടത്തുമ്പോ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോ ആണല്ലോ റബ്ബ് പറയാ, പകരം നിങ്ങൾക്ക് സ്വർഗം തരാം. നിങ്ങളുടെ ശരീരവും സമ്പത്തും കച്ചവടം നടത്തിയ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന്. ആ സ്വർഗം ലഭിക്കണം. അങ്ങനെ സഹിച്ച് ജീവിതത്തിൽ അമലുസ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ജീവിച്ചു മരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ ഏവരെയും കൊടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 2024 ചരിത്രമായി മാറുകയാണ്. ഇനി നമ്മൾ 2025 കടക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും മുന്നോട്ട് കുതിക്കുന്നത് മരണത്തിലേക്കുള്ള യാത്രയാണ് എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ജീവിച്ച പലരും ഒരുപക്ഷെ വരാനിരിക്കുന്ന വർഷത്തിൽ നമ്മുടെ കൂടെ ഇല്ലല്ലോ. ഇവിടെ പറഞ്ഞു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കടപ്പുറത്തിന്റെ തീരങ്ങളിൽ മദ്യസൽക്കാരം നടത്തിയും പടക്കം പൊട്ടിച്ചുകൊണ്ടും ആശംസകൾ കൈമാറിയും കേക്കും ഒക്കെ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ എന്ന് പറയുന്നത് ഞാൻ എന്റെ മരണത്തിലേക്കുള്ള യാത്രയിൽ ഒന്നുകൂടി മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ തിരിച്ചറിവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. കഴിഞ്ഞ വർഷത്തെ എന്റെ ബാലൻസ് ഷീറ്റ് ആത്മാർത്ഥമായി നമ്മളൊന്ന് പരിശോധിക്കൂ. കഴിഞ്ഞ വർഷം ഒരു ജമാഅത്ത് പോലും എനിക്ക് നഷ്ടപ്പെട്ടില്ല ആത്മാർത്ഥമായി നമുക്ക് പറയാൻ കഴിയോ? അല്ലെങ്കിൽ പോട്ടെ, മതിയായ കാരണങ്ങളില്ലാതെ അങ്ങനെ ആക്കാം. മതിയായ കാരണങ്ങളില്ലാതെ ഒരു ജമാഅത്ത് പോലും ഞാൻ മാറ്റിവെച്ചിട്ടില്ല ആത്മാർത്ഥമായി പറയാൻ കഴിയുന്നുവെങ്കിൽ അത് നമുക്കൊരു ക്രെഡിറ്റാ. കഴിഞ്ഞ വർഷം
ഒരു തവണയെങ്കിലും റമദാൻ മാറ്റിവെക്കുക. റമദാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ റമദാന് ശേഷം അപ്പുറമൊക്കെ ആയിട്ട് ഞാൻ ഒരു തവണ ഖുർആൻ പൂർത്തിയാക്കിയിട്ടുണ്ട്, ഓതി തീർത്തിട്ടുണ്ട് പറയാൻ കഴിയോ? കഴിഞ്ഞ വർഷം വിശുദ്ധ ഖുർആനിലെ ഞാൻ കാണാൻ പ്രിയപ്പെട്ടവരെ, അത് ഈ വരുന്ന വർഷം ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു െങ്കിലും പഠിക്കും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണ്ടേ? ഞാൻ ഇന്ന് എന്റെ നാട്ടില് സുബഹിക്ക് ശേഷമുള്ള വിഷയം പറഞ്ഞപ്പോ ഒരു 40-45 വയസ്സ് ഒരു സഹോദരൻ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായി ചോദിക്കാം, ഈ പ്രായത്തിൽ ഇപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ചാൽ കേറുവോ? ഈ 45 വയസ്സ് എന്നൊക്കെ പറഞ്ഞവര് എന്ത് പ്രായമായിട്ടാ പഠിപ്പിച്ചത്? അള്ളാന്റെ റസൂൽ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഖദീജ ബിബി ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത് 50-ന് ശേഷം. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ കഴിയാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ തീരുമാനിക്കും, ഈ വർഷം ഞാൻ ഇന്ന സൂറത്ത് പഠിക്കും, ഇന്ന ജുസ്ഉ ഞാൻ സഹിതം ഓതി തീർക്കും. മതിയായ കാരണങ്ങളില്ലാതെ ഒരു ജമാഅത്തും എനിക്ക് നഷ്ടപ്പെടില്ല. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് സൂര്യന് നേരെ വിരൽ ചൂണ്ടി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാനദിംതു അലാ ശൈഇൻ അലാ യൗമിൻ ഖറബതു വലം ഫീഹി അമലി. ഇന്നും സൂര്യൻ അസ്തമിച്ചു, പുതിയതായിട്ടൊരു കർമ്മവും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. പുതുതായിട്ടൊരു കർമ്മവും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഓർക്കുമ്പോ വിശ്വാസികളുടെ മനസ്സിൽ പ്രയാസമാണ്. നമുക്ക് ആലോചിച്ച് നോക്കൂ, സൂര്യൻ അസ്തമിക്കുന്നതും പ്രശ്നമല്ല, രാവിലെ സൂര്യൻ ഉദിക്കുന്നതും പ്രശ്നമല്ല, അതിങ്ങനെ കഴിഞ്ഞു പോവാ. ഓട്ടത്തിനിടയിൽ പോകുമ്പോ ഒരു നിമിഷം റബ്ബ് നമ്മളെ പിടിക്കും. 2024 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വയന്തം ഇല്ലേ? ഒരു കുടുംബത്തിലെ ജീവൻ അവിടെ ബാക്കിയായത് ഒരു 36-കാരനും 2 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി. അത് 2024 ഈ 2024 ദിവസങ്ങൾക്ക് മുമ്പ് പരീക്ഷ കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത കുട്ടികളല്ല, റോഡിലേക്ക് പാഞ്ഞിറങ്ങിയ കുട്ടികളല്ല, വഴിയരികിൽ കുഞ്ഞുങ്ങളിലേക്ക് ലോറി പറഞ്ഞത്. അതേ ദിവസമാണ് ശ്ശേരിയിൽ 1.5 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ ശരീരത്തിലേക്ക് ജനൽക്കട്ടില് മറിഞ്ഞ് മരണപ്പെട്ടു പോകുന്നത്. നമ്മളൊന്നും ചെയ്യണ്ട, ചിലപ്പോ ഇങ്ങനെ നിന്നാ മതി. ആ നൃത്തത്തിനിടെ എന്താ സംഭവിക്കുക? പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ ഞാനതിന് തയ്യാറാണ് എന്ന ആ മനസ്സുകൊണ്ടുള്ള താല്പര്യമുണ്ടല്ലോ, മരണത്തെ ആഗ്രഹിക്കുകയോ മരണത്തെ ചോദിച്ചു വാങ്ങുകയോ അല്ല. എവിടെ വെച്ച് തിരിച്ചു വിളിച്ചാലും സന്തോഷത്തോടു കൂടി 2025 അടുക്കുമ്പോ 25ന്റെ കാണാനോ 25ന്റെ കടന്നു പോകാനോ കഴിയുമോ അറിയില്ല. നമുക്ക് അള്ളാഹു ആയുസ് നൽകിയാൽ നമുക്ക് ആ ഒരർത്ഥത്തിൽ ജീവിതത്തിൽ അമൽ സ്വാലിഹുമായി മുന്നോട്ട് പോകും എന്ന തീരുമാനങ്ങൾ ചെയ്യണം. അതോടൊപ്പം ആരോടെങ്കിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ആർക്കെങ്കിലും അനിഷ്ടകരമായതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ മാപ്പ് ചോദിക്കാൻ, പൊരുത്തപ്പെടിക്കാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മൾ സാധാരണ പൊരുത്തപ്പെടിക്കാറുള്ള ജീവിതത്തിൽ 2 തവണയാണ്. ഒന്ന് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോ, രണ്ടാമത്തത് മരിച്ച് മയ്യത്ത് പള്ളിയിലെത്തുന്ന സമയത്ത്. എന്റെ മനസ്സിൽ തോന്നുന്ന ചിന്ത എന്താ അറിയോ? നമ്മുടെ പള്ളിയിൽ ഒരു മയ്യത്ത് മുന്നിൽ വെച്ചാൽ ഒരാൾ അനൗൺസ്മെന്റ് നടത്തും, ഈ മയ്യത്ത് ആരോടെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ പരലോകം നിങ്ങൾ അവന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം. ആ സമയത്ത് ഞാൻ ഓർക്കുന്ന ചിന്ത എന്താ അറിയോ? ആ മയ്യത്തിനു വേണ്ടി ബാക്കിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുത്തു. പക്ഷെ ഈ മരിച്ചു കിടക്കുന്ന മയ്യത്ത് മാപ്പ് തരാനുള്ള, പൊരുത്തപ്പെട്ട് തരാൻ ആരാ പൊരുത്തപ്പെട്ടു? നമ്മൾ അവന് പൊരുത്തപ്പെട്ടു കൊടുത്തു, പക്ഷെ അവൻ പലർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കല്ലേ? അതാര് എന്ന് പൊരുത്തപ്പെട്ടു തരും? അവിടെ വിശ്വാസികൾ അറിയോ, ഒരാളോട് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മ വന്നാൽ അവൻ പൊരുത്തപ്പെടിക്കണം. അതിന് മരണത്തെ കാത്തു നിൽക്കേണ്ടതില്ല, അതിന് ഹജ്ജിനും ഉംറയെയും കാത്തിരിക്കേണ്ടതില്ല വിശ്വാസിക്ക്. അതേ പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
അതും നമ്മുടെ മനസ്സിലാവണം. വിശ്വാസിയുടെ മനസ്സിൽ ഒരു പുതിയ ദിവസം വരുമ്പോ അവന്റെ മനസ്സുകളിൽ ഒരു വിളിച്ചു പറയുന്ന ചിന്തയുണ്ടാകും എന്ന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അന യൗമുൻ ജദീദ് വഅലാ അമലിക ശഹീദ് ഫഗ്തനിംനി വതസവ്വദ് മിന്നി. ഒരു പുതിയ ദിവസം കടന്നു വരുന്നു. അല്ലാഹു ഈ ദിവസത്തിന് സാക്ഷിയാണോ? നിങ്ങൾ പരമാവധി പഠിച്ചോളൂ, നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് വിളിച്ചു പറയുന്നത് പോലെ ഒരു പുതു ദിവസം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഇമാം ഹസനുൽ ബസ്രി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ചിന്തയോടുകൂടി ഈ പുതുവർഷം നിങ്ങൾ തിന്മകളോട് പരമാവധി നടത്തോളം കൊണ്ട് ഖുർആനും ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അത്തരത്തിൽ സ്മരിക്കുന്ന സജ്ജനത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നരകത്തിലെ കത്തിയാളെന്ന നരകത്തിയിൽ അത് അത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഒരാൾക്കും ഒരക്ഷരമുണ്ടാൻ കാൽമുട്ട് കൂട്ടിയിടിച്ച് നഖം ശിരസ് നമിച്ച് പുലർത്തുമാർ വേദന സഹിക്കുന്ന വേദിയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങി ഹൗൽ ഖഫറിലെ വെള്ളം ഹർഷിന്റെ തണൽ സ്വന്തമാക്കി വിമാനത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കുടുംബസമേതം സൗഭാഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. നരകത്തിലെ കത്തിയാളെന്ന നരകത്തിയിൽ അത് സഹിക്കാനുള്ള കെൽപ്പും ഞങ്ങൾക്കില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങൾ റഹ്മാനെ ഞങ്ങളാക്കി വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങളിലൂടെ കുളിർമ പ്രദാനം ചെയ്തു തഖീങ്ങളുടെ മുന്നിൽ നടക്കാൻ പര്യാപ്തമായ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം റഹ്മാനെ. നേരത്തെ ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുമായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാതാപിതാക്കൾ മഗ്ഫിറത്തും റഹ്മത്തും ഖബറിടങ്ങൾക്ക് വിശാലം ചെയ്യണം റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് ആളുകൾക്കും അവരുടെ ദൂരീകരിക്കണം റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് സ്വാഭിമാനവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പലപ്പോഴും ഞങ്ങളുടെ സംസാരങ്ങളിൽ പലരും ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമീന الأحياء منكم والأموات إنك مجيب الدعوات يا اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ألف بين قلوبنا واصلح بيننا ربنا تقبل منا دعاءنا وقيامنا وصلاتنا وقنا يا رب العالمين علينا أنت التواب الرحيم واغفر لنا يا غفور ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين سلام على المرسلين والحمد لله رب العالمين.